ഗൂഗിൾ ഡ്രൈവ് ഈ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എന്തിനാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളതിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഒരു PDF ആക്കിയിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുക, ഒന്ന് സ്കാൻ ചെയ്തെടുക്കണമെങ്കിൽ പല ആപ്ലിക്കേഷനും സ്കാനർ പോലെയുള്ള പല ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ഒരു ഫയല് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആർക്കെങ്കിലും പെട്ടെന്ന് അയച്ചു കൊടുക്കണം. എന്താ ചെയ്യുക? നമ്മൾ സിമ്പിളാണ്. വാട്സപ്പ് തുറക്കും. വാട്സപ്പ് തുറന്നിട്ട് ആർക്കാണോ അയക്കേണ്ടി അവരെ കോൺടാക്ട് എടുക്കും, ഓപ്പൺ ചെയ്യും. താഴെയുള്ള ഈ കൊക്കയും കൊളത്തും ഒന്ന് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ സ്കാൻ ഡോക്യുമെന്റ് എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ആർക്കാണോ അയക്കേണ്ടി അവർക്ക് നമ്മളെ കയ്യിലുള്ള ആ ഡോക്യുമെന്റ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും. ഇതിന് ഓട്ടോ ക്യാപ്ചർ ഉണ്ട്, മാനുവൽ ക്യാപ്ചർ ഉണ്ട്. ഇട്ടുള്ള സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് അത്യാവശ്യം എഡിറ്റൊക്കെ ചെയ്യാം. നമുക്കങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഡോക്യുമെന്റ് കറക്റ്റായിട്ട് സ്കാൻ ചെയ്തെടുത്ത് PDF ആക്കി ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് വാട്സപ്പ് കൂടെ പെട്ടെന്ന് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയുള്ള ഒരു ഓപ്ഷൻ. എന്നാൽ നമ്മളടുത്തുള്ള പല ഡോക്യുമെന്റും ഉണ്ടാവും. ഇതൊക്കെ PDF ആക്കിയിട്ട് നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ സൂക്ഷിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? അതിനിപ്പം പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നമ്മളെ ഫോണിൽ തന്നെ ഉണ്ട് അതിനുള്ള ഓപ്ഷൻ. എല്ലാ ഫോണിലും ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഗൂഗിൾ ഡ്രൈവ്. ഈ സാധനം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ സ്കാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഫയല്, ആ ഡോക്യുമെന്റ് ജസ്റ്റ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുക, കളറൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുക. ഒന്നിലധികം പേജില്ല, അതായത് 2 വശം എടുക്കേണ്ടതുകൊണ്ട് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഭാഗം കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഗാലറിയിൽ നിന്ന് തിരിച്ചറിയണ ഒരു പേര് മാറ്റി കൊടുക്കുക. ഇതിന്റെ ഫോർമാറ്റ് JPG മാറ്റണേ അതും മാറ്റാം. ഫോൾഡർ നമുക്ക് ഇതിനായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണേ അതും മാറ്റാം. ഗൂഗിൾ അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അതും ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നമ്മളെ ഗൂഗിൾ ഡ്രൈവിൽ അവിടെ സേവായി നിൽക്കും. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യുക. ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണേ സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് കൊണ്ട് വലിയ ഉപകാരം കേട്ടോ ഇത്. ഈ ഗൂഗിൾ ഡ്രൈവ് കൊണ്ടുള്ള വേറൊരു ഉപകാരമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മെമ്മറി കാർഡ് ഇടാൻ സൗകര്യമില്ലാത്ത ഫോണുകൾ ഒരുപാടുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? സാധാരണ മെമ്മറി ഫുള്ളാകുന്ന നേരം ആവശ്യമുള്ളതായാലും അനാവശ്യമില്ലാത്തതായാലും ഒക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങ് ഡിലേറ്റ് ആക്കി ഡിലേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുകയില്ല. അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ? അത്യാവശ്യമുള്ള ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷെയർ ബട്ടൺ കൊടുക്കുക. ഷെയർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒരുപോലെ കിട്ടുന്നതാണ്. ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും ലാസ്റ്റിൽ. ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോക്കോ വീഡിയോക്കോ നമ്മൾ ആ ഫയലിന് ഒരു പേരെന്താ വേണ്ടി വെച്ചാൽ കൊടുക്കുക. ഫോൾഡർ സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സേവ് ആയി നിൽക്കുകയും ചെയ്യും. നമുക്കത് ഗാലറിയിൽ നിന്ന് ഡിലേറ്റ് ആക്കിയിട്ട് ഗാലറി ഫ്രീ ആക്കുകയും ചെയ്യാം. തിരിഞ്ഞിക്കോ പറഞ്ഞേ? എന്തൊരു രസമുള്ള ഫോട്ടോ, അടിപൊളി ഫോട്ടോ, എന്റെ സ്വന്തം ഫോട്ടോ അത്. അപ്പൊ ഗൂഗിൾ ഡ്രൈവ് ഈ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എന്തിനാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം. അറിഞ്ഞൂടാത്ത ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇഷ്ടപ്പെട്ടിന്റെ ഒരു ലൈക്ക് കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.